നമസ്കാരം. തത്വമയി അതിൻ്റെ വാർത്തായാത്രയിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ മാത്രം ഇന്ന് തികയുകയാണ്. വലിയ ഒരു നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയാം. കാരണം 6 വർഷം കൊണ്ടാണ് 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കുമാർ, 6 വർഷം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം. കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, 6 വർഷം കൊണ്ട് 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണ് നമുക്ക് അതിൻ്റെ കൃത്യമായ ഉത്തരവും കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ 6 ലക്ഷം കൊണ്ട് നമുക്ക് 6 വർഷം കൊണ്ട് നമുക്ക് ലഭിച്ച ഈ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു മായം ചേർക്കലുമില്ലാത്ത, ഒരു കൂട്ടിച്ചേർക്കലുമില്ലാത്ത, തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അതായത് തത്വമയി കാണണം, തത്വമയിയുടെ വാർത്തകൾ അറിയണമെന്ന് കാംക്ഷിച്ച് തത്വമയിയെ മാത്രം വീക്ഷിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ. അല്ലെങ്കിൽ നമുക്ക് മറ്റ് കുറുക്കു വഴികൾ തേടി ഇപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്ന പല ടെക്നിക്കുകളും ഉണ്ട്. പക്ഷേ നമ്മൾ നാളിതുവരെ അങ്ങനെ ഒരു ടെക്നിക്കിലോട്ട് പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. ഈ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മുടെ തത്വമയിക്ക് സ്വന്തമായിട്ടുള്ള 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ആ സബ്സ്ക്രൈബേഴ്സാണ്, അത് യൂട്യൂബിൽ മാത്രം അല്ലേ, ഇത് ഒരു പ്ലാറ്റ്ഫോമിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ ഫേസ്ബുക്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ട്വിറ്ററിലെ ഇപ്പോൾ എക്സ്, കൂ പ്ലാറ്റ്ഫോമിലുണ്ട്, പിന്നെ ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ ഡെയിലി ഹണ്ട് വഴി നമ്മളെ വീക്ഷിക്കുന്നവരുണ്ട്, നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മളെ വീക്ഷിക്കുന്നവരുണ്ട്, ഗൂഗിൾ ന്യൂസ് വഴി അല്ലെങ്കിൽ ജിയോ ന്യൂസിൽ നമ്മൾ ലഭ്യമായ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം തത്വമയെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് വീക്ഷിക്കുന്ന കോടിക്കണക്കിന് പ്രേക്ഷകരാണുള്ളത്. ആ എല്ലാ പ്രേക്ഷകർക്കും തന്നെ ആദ്യം നന്ദി പറയുന്നു. കാര്യം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നമുക്കറിയാം, മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റവും കടന്നുവരവിനെക്കുറിച്ചുമൊക്കെ മാധ്യമങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം. ഇവിടെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും മാധ്യമങ്ങൾക്കൊരു കുറവുമില്ല അല്ലേ. മുക്കിന് മാധ്യമങ്ങളാണിപ്പോൾ. ഈ സമൂഹ മാധ്യമങ്ങൾ ശൃംഖലയിൽ തന്നെ ഒട്ടനവധി മീഡിയാസ് വന്നു. പക്ഷേ അവരെക്കാളുമൊക്കെ ഒരു പടി മുകളിൽ തന്നെയാണ് തത്വമയിക്ക് പ്രേക്ഷകർ നൽകിയിട്ടുള്ള സ്ഥാനം. അത് ഈ പറഞ്ഞതുപോലെ മായം ചേർക്കാത്ത വാർത്തകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ വാർത്തകൾക്ക് ഹൈപ്പുണ്ടാക്കാൻ വേണ്ടി മറ്റു കുറുക്കു വഴികൾ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, വഴിവിട്ട രീതിയിൽ നമ്മൾ വാർത്തകൾ കൊടുത്തിട്ടുമില്ല. ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കാൻ, വ്യക്തി വിദ്വേഷം ഉണർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളോ അങ്ങനെയൊന്നുമില്ല. എന്നും വാർത്തകൾക്കുള്ളിലെ വാർത്തകൾ തേടി അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും അതുപോലെ തമസ്കരിക്കപ്പെടുന്ന വാർത്തകൾ, മറ്റ് മാധ്യമങ്ങൾ ബോധപൂർവം തമസ്കരിക്കപ്പെടുന്ന വാർത്തകൾ, ജനപക്ഷത്തുള്ള വാർത്തകൾ കണ്ടെത്തി അവയിലെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നാളിതുവരെ നടത്തിയിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, 2018 ശബരിമല വിധി വന്ന ദിവസം, അതായത് 2018 സെപ്റ്റംബർ 28 അന്നാണ് തത്വമയി ന്യൂസ് പിറവി കൊള്ളുന്നത്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ യാത്രയും ഈ പറഞ്ഞ ശബരിമല പോലെ തന്നെയായിരുന്നു നമ്മുടെ യാത്ര. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ ആയിരുന്നു നമ്മളും കടന്നു വന്നത്. ഒട്ടനവധി അടിച്ചമർത്തലുകൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മുടെ പേജ് പലരും റിപ്പോർട്ട് ചെയ്ത് ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് സത്യസന്ധമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ തമസ്കരിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുക. 2 സിനിമകൾ, അതായത് ഈ പറഞ്ഞ പോലെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് വലിയ അധ്വാനം ഉള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ദിവസത്തെ ഉറക്കമൊഴിഞ്ഞുള്ള രാപ്പകൽ അധ്വാനം. അങ്ങനെ സമൂഹത്തിൽ തമസ്കരിച്ചു പോകേണ്ട 2 സിനിമകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു കടപ്പാട്, ക്രെഡിറ്റ് എന്നും തത്വമയിക്ക് അവകാശപ്പെടാവുന്നതാണ്. അതിലാദ്യത്തേത് കാശ്മീർ ഫയൽസ്, പിന്നൊന്ന് പുഴ മുതൽ പുഴ വരെ. ഈ 2 ചിത്രവും തിയേറ്ററുകൾ പോലും ലഭിക്കാതെ തള്ളിപ്പോകേണ്ട സിനിമകളായിരുന്നു. പക്ഷേ നമ്മുടെ ഇടപെടൽ കൊണ്ടാണ്. അതുപോലെ തന്നെ കേരള സ്റ്റോറിക്കും വലിയ പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിലും ആദ്യം തിയേറ്ററുകൾ ലഭ്യമായിരുന്നില്ല. പക്ഷേ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം വിട്ടും മറ്റ് സ്ഥലങ്ങളിലും, പന്തളം പോലുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ ഒരുപാട് ഷോകൾ നടത്തി. 10ഓളം ഷോകളാണെന്ന് നടത്തിയത്. പിന്നീട് വന്ന സവർക്കറിൻ്റെ സിനിമ, വീര സവർക്കർ സിനിമയും നമ്മളിതുപോലെ മറ്റ് ആൾക്കാർക്ക് കാണാൻ സാധിക്കാതെ വന്നപ്പോൾ, അതായത് തിയേറ്ററുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രത്യേക പ്രദർശനം ഒരുക്കിക്കൊണ്ട് ആളുകൾക്ക് അത് വീക്ഷിക്കാനുള്ള അവസരവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാഴികക്കല്ലുകളാണ്. നമ്മൾ കടന്നു വന്ന പാതകളിൽ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തത്സമയ സംപ്രേഷണ രംഗത്ത് ഒരുപക്ഷെ നവമാധ്യമങ്ങളിൽ ഇത്രയധികം വേറിട്ട തത്സമയ സംപ്രേഷണങ്ങൾ ഒരുക്കിയ മറ്റൊരു ചാനൽ ഉണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ശബരിമല മകരവിളക്ക് തിരുവാഭരണ യാത്ര ചടങ്ങ് തുടങ്ങി ഹിന്ദു മഹാസമ്മേളനം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനം, ദക്ഷിണ ഭാരത സന്യാസി സംഗമം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രോത്സവങ്ങൾ, 2 വർഷമായി
നമ്മുടെ ഇവിടുത്തെ കൽപ്പാത്തി രഥോത്സവം, അതുപോലെ നിലമ്പൂരിലെ ഉപജില്ലാ സ്കൂൾ കലോത്സവം, അങ്ങനെ ഒരു മേഖല മാത്രമല്ല, ഈ അമ്പല അല്ലെങ്കിൽ സപ്താഹം, സത്രം ഇത് മാത്രമല്ല, മറ്റ് മേഖലകളിൽ കൂടി കടന്നുള്ള ഒരുപാട് വേറിട്ട തത്സമയ കാഴ്ചകൾ ഒരുക്കാൻ, അതും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി അയോധ്യ ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഗ്രൗണ്ടിൽ പോയി അവിടെ നിന്നും ആദ്യമായി അതിൻ്റെ റിപ്പോർട്ട് നൽകുന്ന മലയാളത്തിലെ നവമാധ്യമം കൂടിയായി മാറി തത്വമയി. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഒട്ടനവധി മേന്മകളും നേട്ടങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തിരിച്ചടികളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും CAA പ്രക്ഷോഭകാലത്തൊക്കെ ഒരുപാട് മാസ് റിപ്പോർട്ടിംഗ് നമ്മുടെ പേജിനെതിരെ വന്നു, നമ്മൾ പരത്തുന്നത് വ്യാജ വാർത്തയാണെന്ന്. പക്ഷേ കാലം അത് തെളിയിച്ചു, നമ്മൾ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് കാലം തെളിയിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ ഇതുപോലെ തമസ്കരിക്കപ്പെടേണ്ട വാർത്തകളെ നമ്മൾ കൊണ്ടുവന്നത് വലിയ വൈറലാക്കി മാറ്റാൻ തത്വമയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ വിട്ടുവീഴ്ച, അതായത് നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത നമ്മുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ദേശസ്നേഹമാണ്. രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് ആദ്യം മുതൽ നാളിതുവരെ നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അതുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ ഒരുപക്ഷെ അന്ന് തത്വമയിക്ക് ഇത്രയും റീച്ച് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേർ ഇത് അറിയാതെ പോയത്. അന്ന് 1 ലക്ഷത്തിൽ താഴെ സബ്സ്ക്രൈബേഴ്സ് തുടങ്ങിയ കാലമാണ്. ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൈന്ദവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ, ഒരു ഡിജിറ്റൽ മാധ്യമം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ തത്വമയിക്ക് ആ ഒരു ഖ്യാതിയും പേരുമൊക്കെ ലഭിച്ചേനെ. എന്തായാലും അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് പിന്നിൽ, കേരളത്തിലെ ഒട്ടനവധി വാർത്തകൾക്ക് പിന്നിൽ തത്വമയിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ 6 വർഷത്തെ വലിയൊരു നേട്ടമായി കാണുന്നു. മുന്നോട്ടുള്ള യാത്രയിലും ഈ പറഞ്ഞതുപോലെ വെള്ളം ചേർക്കാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനമായിരിക്കും നമ്മൾ കൈക്കൊള്ളുന്നത്. എന്തായാലും ഈ വെബ് മാധ്യമങ്ങളുടെ ഒരു സ്പേസിൽ നമ്മളെ വേറിട്ട് നിർത്തുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് ഈ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തത്സമയ കാഴ്ചകൾ, നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുമൊക്കെയായി നടക്കുന്ന പല രീതിയിലുള്ള സാംസ്കാരിക പരിപാടികൾ. ഇപ്പോൾ തിരുവനന്തപുരം പൗർണമിക്കാവിൽ നടന്ന പ്രപഞ്ചയാഗം പോലെയുള്ള വ്യത്യസ്തതയാർന്ന, അതെ, പ്രാദേശികമായിട്ടുള്ള കാഴ്ചകൾ മുതൽ അന്തർദേശീയമായിട്ടുള്ള കാഴ്ചകൾ വരെ. G7 ഉച്ചകോടി ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് വളരെ ചുരുക്കം മാധ്യമങ്ങളെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ജർമ്മനിയിൽ മ്യൂണിറ്റിൽ അന്ന് നമ്മുടെ അവിടുത്തെ പ്രതിനിധികളായ രതീഷ് വേണുഗോപാലും അർജുൻ ചക്രധാരയും അവർ രണ്ടുപേരും ചേർന്നാണ് ആ ഒരു പരിപാടി നമുക്ക് വേണ്ടി കവർ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ശബരിമല മകരവിളക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 5 വർഷത്തോളമായി ഇഷയുടെ, അതായത് എല്ലാ വർഷവും ശിവരാത്രിക്ക് ഇഷ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ ഇഷ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന വലിയൊരു ഇവൻ്റുണ്ട്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇവൻറ്റ്. അതിൻ്റെ മലയാള സംപ്രേഷണം ചുരുക്കം ചില ചാനലുകൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്, മുഖ്യധാരാ ചാനലുകൾ. അതിനോടൊപ്പം അതിൽ ഇടം പിടിച്ച ഒരു ഡിജിറ്റൽ മാധ്യമമാണ് നമ്മുടേത്. അതും നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. കഴിഞ്ഞ 5 വർഷമായി ആ ഒരു പതിവ് തുടരുന്നു, ഇപ്പോഴും തുടർന്നു വരികയാണ്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ നയതന്ത്രപരമായ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏതൊരു ചടങ്ങ് നടന്നാലും അത് തത്സമയം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തെ ക്യാമ്പയിൻസ് ഉൾപ്പെടെ, അല്ലേ, പ്രധാനമന്ത്രി ചില സത്യപ്രതിജ്ഞ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോഴുള്ള ക്യാമ്പയിനുകൾ, അതുപോലെ പലയിടങ്ങളിൽ നടന്ന സംഭവങ്ങൾ, ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളുടെ ഒക്കെ തത്സമയ കവറേജ് തന്നെ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും അത് വ്യക്തവും കൃത്യവുമായ ഒരു വിവരണത്തോടു കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമ്മളിലുണ്ട്. അതുമാത്രമല്ല, പ്രേക്ഷകരും ഈ പറഞ്ഞതുപോലെ നമ്മളെ കൃത്യമായുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളും ഔട്ട്പുട്ട് വീണ്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ഒരു വർഷം ചിങ്ങമാസത്തിനപ്പുറം തത്വമയി പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ സാറ്റലൈറ്റ് ചാനലുകളോട് കിടപിടിക്കത്തക്കവണ്ണമുള്ള ഒരു ഔട്ട്ലുക്കിലായിരിക്കും, ലുക്ക് ആൻഡ് ഫീലോട് കൂടിയായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. കൂടുതൽ കണ്ടൻറ്റുകളുണ്ടാകും, കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ടാകും, കൂടുതൽ വാർത്താധിഷ്ഠിത പരിപാടികളുണ്ടാകും. അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്നത്തെ അവരുടെ മുഖ്യമായ ഒരു TV-ക്ക് മുന്നിൽ എത്ര പേർ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം. വളരെ വിരളമായ സമയം മാത്രമേ കിട്ടാറുള്ളൂ. എല്ലാവരും സ്മാർട്ട് ഡിവൈസസിലാണ് ഈ പറഞ്ഞ വാർത്തകളായാലും മറ്റ് പരിപാടികളായാലും എല്ലാം കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്മാർട്ട് ഡിവൈസസിന് കോമ്പാക്റ്റ് ആയിട്ടുള്ള, അതിൽ പരമാവധി ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഡിജിറ്റലിലുള്ള ശബ്ദ ദൃശ്യ സന്നിവേശത്തോടു കൂടിയുള്ള HD ക്വാളിറ്റിയിലുള്ള ഒരു സംപ്രേഷണമായിരിക്കും നമ്മൾ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നത്. കുമാർ, എന്തായാലും ഈ രംഗത്ത്, വെബ് മാധ്യമ രംഗത്ത് ഒരു വേറിട്ട കാഴ്ചപ്പാടോടുകൂടി ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രയാണം തത്വമയി തുടരുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യം കൂടെ പറയേണ്ടി വരും. ഈ തത്വമയി തുടങ്ങുന്ന സമയത്താണ് രണ്ട് വലിയ തിരിച്ചടികൾ കൂടി നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മറ്റ് ശത്രുക്കളുടെ ഭാഗത്തുനിന്നുള്ള ഇത് മാറ്റി നിർത്തിയാൽ പോലും ആദ്യം മഹാപ്രളയം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നൊരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2020 കോവിഡ്. ആ രണ്ട് വലിയ കടമ്പകൾ കടന്നുകൊണ്ടാണ് തത്വമയി ഈ വലിയൊരു ജൈത്രയാത്ര നടത്തിയതെന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പുതിയ മാറ്റത്തിൻ്റെ പാതയിലാണ് നമ്മൾ. ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. 6ാം വർഷമാണ് തത്വമയുടെ. 6 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ മാത്രം പൂർത്തിയാവുകയാണ്. അതുമാത്രമല്ല, ഈ വരുന്ന ചിങ്ങമാസത്തിൽ തിരുവനന്തപുരത്ത് തത്വമയുടെ 6ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. 6 അഴകിൽ തത്വമയി എന്നുള്ള ഒരു ശീർഷകത്തിൽ വലിയ ഒരു സന്ധ്യ ഇവൻ്റായിരിക്കും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ അരങ്ങേറുക. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അത് ആകുന്ന മുറയ്ക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും തത്വമയി ജൈത്രയാത്ര തുടരുകയാണ് പ്രേക്ഷകരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി. ദേശത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, അതുപോലെ നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പൂർണ്ണമായും പ്രവർത്തിച്ചുകൊണ്ട്. നമസ്കാരം.